നമുക്കിന്ന് സാരികൾ കൊണ്ടൊരു കഥ പറഞ്ഞാലോ? എത്രയെത്ര സാരികളാണ് നമ്മുടെയൊക്കെ വാർഡ്രോബിൽ ഇങ്ങനെ കിടക്കുന്നത് അല്ലേ? പലതും ഒരിക്കൽ മാത്രം ഉപയോഗിച്ചവയും ചിലത് ഒന്നോ രണ്ടോ തവണ ഉപയോഗിച്ചവയും ഒക്കെ ആയിരിക്കും. മറ്റു ചിലത് ചിലപ്പോൾ ഉപയോഗിക്കാനായി നമ്മൾ വാങ്ങി വെച്ചിട്ട് ചിലത് ഉപയോഗിക്കാത്തവയും ഉണ്ടാവൂല്ലേ? അതിൽ പട്ടുസാരികൾ, സെറ്റ് സാരികൾ, ഷിഫോൺ, ജോർജറ്റ്, കാഞ്ചീപുരം എന്നിവ വേണ്ട എല്ലാവിധ സാരികളും ഉണ്ട്. കുറച്ച് സാരികളുടെ കളക്ഷൻസ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഖലീഡോ വഴി. ഖലീഡോ വാർഡ്രോബ് ഷോക്കേസ്. അതിൽ എൻ്റെ വാർഡ്രോബിൻ്റെ പേര് വാരണ്യം. റീഡിസൈൻ, റീസ്റ്റൈൽ ആൻഡ് റീവെയർ. ഈ സാരി കളക്ഷൻസ് ഒക്കെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് 3 ഡിഫറെൻറ്റ് സ്റ്റൈലിങ്ങിലൂടെയാണ്. ചില സാരികളാവട്ടെ നമ്മൾ റീഡിസൈൻ ചെയ്ത് അതിനൊരു പുതിയ മുഖം കൊടുക്കുകയാണ്. മറ്റു ചില സാരികളാവട്ടെ അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്ത് നമ്മളൊരു ഡിഫറെൻറ്റ് ലുക്ക് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്താണ് ഇവിടെ നമ്മളുടെ വാർഡ്രോബ് അവതരിപ്പിക്കുന്നത്. വാരണ്യം, റീഡിസൈൻ, റീസ്റ്റൈൽ, റീവെയർ.
परिपालय परमेशी कमलालय श्रीदेवी कुरिपिंचवे करुणांबुरासी दीनानादि दीनानां
കുഞ്ഞിവാടിക്ക് പലമീ നാരോ ആവേദനേ വാദഞ്ചലാനി വേദന വളരീ
ഫംഗ്ഷനും ഒക്കെ അല്ലേ? എന്നാൽ ഇന്ന് ഞാൻ എന്റെ വാർഡ്രോബ് ഇവിടെ ഷോക്കേസ് ചെയ്യുന്നു. വാരണ്യം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റീഡിസൈൻ. റീഡിസൈൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ മനോഹരമായ ഒരു കുർത്ത. ഈ കുർത്ത എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഒരു സാരിയിൽ നിന്നാണ്. നിങ്ങളുടെയൊക്കെ വാർഡ്രോബിലുള്ള സെറ്റ് സാരികൾ കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ഒരു നല്ല അടിപൊളി കുർത്ത ഉണ്ടാക്കാം. നിങ്ങളുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഹസ്ബൻഡിന് ഒക്കെ ഇതുപോലുള്ള മനോഹരമായ കുർത്ത നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. താങ്ക് യു. ഈ ഓരോ കുർത്തയും നെയ്തെടുത്തിരിക്കുന്നത് നമ്മള് നിങ്ങൾ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ഓരോ കുർത്തയും നെയ്തെടുത്തിരിക്കുന്നത് അതിന്റെ ഓരോ പാർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓരോ ഡിസൈനിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ കലംകാരി പ്രിന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കലംകാരി പ്രിന്റ് വെച്ച്, അതായത് കലംകാരി പ്രിന്റ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും എപ്പോഴും ഉപയോഗിക്കുന്നതാണല്ലേ, കലംകാരി ബ്ലൗസ്, സാരികൾ ഒക്കെ തന്നെ. അപ്പൊ ആ കലംകാരി പ്രിന്റ് വെച്ചിട്ടാണ് ഇവിടെ ഈ ഒരു കുർത്ത നെയ്തെടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ. അടുത്തതും നിങ്ങൾക്ക് കാണാം മനോഹരമായ ഒരു സാരിയിൽ നിന്നാണ് ഈ ഒരു സ്കേർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്കേർട്ട് എന്ന് പറയുമ്പോൾ അത് നല്ല അടിപൊളി ഒരു താമരയുടെ പ്രിന്റും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ ഈ പറയുന്ന സെറ്റ് സാരി വെച്ച് നല്ലൊരു റീഡിസൈൻ ചെയ്ത് ഒരു സ്കേർട്ട് ആക്കി നിങ്ങളുടെ മകൾക്ക് കൊടുക്കാവുന്നതാണ്. അതിൽ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഒരു താമരയുടെ പ്രിന്റ് വരച്ച് ചെയ്തിരിക്കുന്നതാണ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നല്ല സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്യാം നമുക്ക് ഒരു സ്കേർട്ട് റീഡിസൈൻ ചെയ്ത്. കണ്ടില്ലേ എത്ര മനോഹരമായിട്ടാണ് ആ താമരയുടെ പൂക്കളും ആ ഡിസൈനും ഒക്കെ പോയിരിക്കുന്നത്. എന്തിനാണ് നമ്മൾ ഒരുപാട് സാരികളൊക്കെ ഇങ്ങനെ വാങ്ങി വെച്ചിരിക്കുന്നത്? ആ സാരികളൊക്കെ തന്നെ നമുക്ക് ഇതുപോലെ റീഡിസൈൻ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. താങ്ക് യു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു സെറ്റ് സാരി റീമോഡൽ ചെയ്ത് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അതായത് റീസ്റ്റൈൽ ചെയ്ത് ഒരു സെറ്റ് സാരി എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കാവുന്നത് എന്നാണ് ഈ സ്റ്റൈലിങ്ങിലൂടെ കാണിച്ചിരിക്കുന്നത്. എത്ര മനോഹരമായിട്ടാണ് ഈ ഒരു സാരി സ്റ്റൈൽ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ തന്നെ ഈ സെറ്റ് സാരികൾ ഓരോ ഫംഗ്ഷനുകൾക്കോ അല്ലെങ്കിൽ ഒരു നോർത്ത് ഇന്ത്യൻ വെഡിങ്ങിനോ ഒക്കെ പോകുമ്പോൾ സെറ്റ് സാരി ഇതുപോലെ ധോതി സ്റ്റൈലിൽ ചെയ്തെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്റ്റൈലിഷ് ആയിട്ട് പോകാവുന്നതാണ്. അതാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു മ്യൂറൽ പെയിന്റ് സാരി നമുക്ക് നോക്കിയാലോ. മ്യൂറൽ പെയിന്റ് എന്ന് പറയുന്നത് എപ്പോഴത്തെ ഒരു ഹിറ്റ് ആണ് അല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുള്ളതാണ് മ്യൂറൽ പെയിന്റിംഗ് എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ള മ്യൂറൽ പെയിന്റ് ചെയ്ത ഒരു സാരിയാണ് ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അത് വളരെ സ്റ്റൈലിഷ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുകയാണ്. നല്ല സൂപ്പർ ആയിട്ട് നമ്മൾ അതിന് സ്റ്റൈലായിട്ട് സ്റ്റൈൽ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ആ സാരിയിലെ വളരെ മനോഹരമായിട്ടുള്ള മ്യൂറൽ പെയിന്റ് നിങ്ങൾ കണ്ടില്ലേ? ഇതാ ബാക്ക് സ്ലൈഡ് പോകുന്നുണ്ട്, അത് നിങ്ങൾക്ക് കാണാം. വളരെ മനോഹരമായ മ്യൂറൽ പെയിന്റ് ആണ് ആ സാരിയിലുള്ളത്. അതിന്റെ ആ ഒരു മനോഹാരിത മുഴുവൻ വ്യക്തമാകുന്ന രീതിയിലാണ് ആ സാരി ഇവിടെ റീസ്റ്റൈൽ ചെയ്ത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു. നെക്സ്റ്റ് എന്ന് പറയുന്നത് സാരി കൊണ്ട് നമുക്കൊരു ധോതി സ്റ്റൈൽ ചെയ്താലോ? എങ്ങനെയുണ്ട് അല്ലേ? അതാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. സെറ്റ് സാരി വെച്ച് ഒരു ധോതി സ്റ്റൈൽ ചെയ്തിരിക്കുകയാണ്. സെറ്റ് സാരിയോ നിങ്ങൾക്ക് കാഞ്ചീപുരം സാരിയോ ഒക്കെ വെച്ചിട്ട് ഇതുപോലെ ഒരു ധോതി സ്റ്റൈൽ ചെയ്തെടുക്കാവുന്നതാണ്. ഒരു ദീപാവലി ഫംഗ്ഷനോ അല്ലെങ്കിൽ ഒരു നോർത്ത് ഇന്ത്യൻ വെഡിങ്ങിനോ ഒക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റൈലിഷ് ആയിട്ട് ഒരു കുർത്തയുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമ്മുടെ വാർഡ്രോബിലെ സാരി വെച്ചിട്ട് നമുക്കൊരു ധോതി സ്റ്റൈലിഷ് ചെയ്തെടുക്കാം അല്ലേ? ഇതാണ് ധോതി സ്റ്റൈൽ. താങ്ക് യു.
നെക്സ്റ്റ് വൺ. അടുത്തതായിട്ട് നമുക്ക് ഒരു ധോത്തി കൂടെ കണ്ടാലോ? സാരി വെച്ചിട്ടില്ലേ? നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ധോത്തിയാണ് ഇവിടെ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. സാരിയിൽ നിന്ന് തന്നെയാണ് ഒരു ധോത്തി ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ധോത്തി സ്റ്റൈലായിട്ട് ചെയ്ത് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ദീപാവലി ഫംഗ്ഷനൊക്കെ പോകാവുന്നതാണ്. നമ്മുടെ വാർഡ്രോബിലെ സാരികൾ നമ്മൾക്ക് കുട്ടികൾക്ക് മാത്രമല്ല റീഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്, റീസ്റ്റൈൽ ചെയ്ത് നമ്മളുടെ ഹസ്ബൻഡിനൊക്കെ അത് യൂസ് ചെയ്യാം. അതുപോലെ സ്റ്റൈലിഷ് ആയിട്ട് പ്രസന്റ് ചെയ്യാം. നമുക്ക് എത്ര മനോഹരമായിട്ടാണ് ആ ധോത്തിയിലെ ആ അതിന്റെ വർക്കും അതിന്റെ ആ ഒരു പാറ്റേണും നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു ധോത്തി സ്റ്റൈലും. താങ്ക് യു. നെക്സ്റ്റ് വന്നത് ഒരു കാഞ്ചീപുരം സാരിയാണ് ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. കാഞ്ചീപുരം സാരി എല്ലാവരുടെയും വാർഡ്രോബിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാരി ആയിരിക്കും കാഞ്ചീപുരം സാരി. നമ്മളൊക്കെ ഓർക്ക് ഒരു വെഡിങ് ഫംഗ്ഷൻ വരാതെ നമ്മൾ എങ്ങനെ ഇത് ഒരു സ്റ്റൈൽ ചെയ്യുമെന്നല്ലേ? എന്നാൽ നമുക്കൊരു ഡിഫറെന്റ് സ്റ്റൈലിൽ ഈ കാഞ്ചീപുരം സാരി പ്രസന്റ് ചെയ്യാം. കണ്ടില്ലേ, രണ്ട് സാരിയാണ് ഇവിടെ ഞങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത്. വൺ കാഞ്ചീപുരം സാരി ആൻഡ് വൺ സെറ്റ് സാരി. അത് സ്റ്റൈലിഷ് ആയിട്ട് പെയർ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമുക്കൊരു സ്റ്റൈലിഷ് ആയിട്ട് ഒരു വെഡിങ് ഫംഗ്ഷൻ ഒക്കെ പോവുകയാണെങ്കിൽ, ഒരു പാർട്ടിക്കൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു സ്റ്റൈലായിട്ട് പോകാൻ ആഗ്രഹമില്ലേ? കണ്ടില്ലേ, ഒരു സ്റ്റൈലിഷ് ലുക്കിൽ ഇതാ നമ്മുടെ കാഞ്ചീപുരം സാരി ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്കൊരു അടിപൊളി ലുക്കിലുള്ള ഒരു സാരി കാണാം ഇവിടെ. കണ്ടില്ലേ, ആ സാരിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ പല്ലു തന്നെയാണ്. കണ്ടോ, എത്ര മനോഹരമായ പല്ലുവാണ് അതിനകത്തുള്ളത്. ആ സാരി എത്ര സ്റ്റൈലിഷ് ആയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതൊരു റീസ്റ്റൈൽ ചെയ്ത് വെയർ ചെയ്തിരിക്കുന്ന മറ്റൊരു അടിപൊളി കാഞ്ചീപുരം സാരിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് ഇതുപോലത്തെ ഓരോരോ സാരികൾ നിങ്ങളുടെ വാർഡ്രോബിൽ. അതുപോലെ ഇതുപോലെ റീസ്റ്റൈൽ ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ പാർട്ടി ഫംഗ്ഷൻ, നമുക്ക് ഇവിടെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പാർട്ടികളൊക്കെ വരുന്നതാണ് അല്ലേ? അപ്പൊ ഓരോ പാർട്ടിക്കും ഇതുപോലെയുള്ള ഓരോരോ സ്റ്റൈലിൽ നമുക്ക് ഈ വാർഡ്രോബിൽ ഇരിക്കുന്ന ഓരോ സാരികളും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. താങ്ക് യു. ഇപ്പോ നമ്മൾ മനസ്സിലാക്കി, ഞാനിവിടെ മുന്നിൽ നിന്നും കണ്ടിട്ട് എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ സുസ്മിത സെന്നും ഈ ഐശ്വര്യ റായും ഒക്കെ വെറും പൊട്ടികളായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ ആ ഒരു സൗന്ദര്യത്തെ ലോകത്തിന് മുമ്പിൽ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ലക്ഷങ്ങൾ കോടികളൊക്കെ അവർ മുടക്കി. പക്ഷേ ഇവര് അതിനേക്കാൾ മനോഹരമായിട്ട് അവരുടെ സൗന്ദര്യത്തിന്റെ ആ ഒരു സങ്കല്പത്തിനെ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പണ്ട് ഏതോ കാലഘട്ടങ്ങളിൽ അവർ മേടിച്ചു വെച്ചിരുന്ന അവരുടെ വാർഡ്രോബിലുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് അവർ ആ ഒരു സൗന്ദര്യ സങ്കല്പത്തെ മനോഹരമായി നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അമ്മയുടെ ഉള്ളിൽ എനിക്ക് ചെയ്യുവാനുള്ള കോൺഫിഡൻസ് ഉണ്ട് എങ്കിൽ അത് ചെയ്യുന്നതിന് ഞാൻ മാത്രം മതി എന്നുള്ള ആ ഒരു കോൺഫിഡൻസോട് കൂടി നമ്മുടെ മുമ്പിലേക്ക് വന്ന ഇവർക്ക് നല്ലൊരു കൈയ്യടി കൊടുത്തിരുന്നവര്. ഇതിനു മുമ്പിൽ വരണ്യം എന്ന് പറയുന്ന ഒരു കലാരൂപവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വന്ന രാജി അനീഷ് ആൻഡ് ടീം, അതിനു വേണ്ടിയിട്ട് ഈ ഒരു ഐഡിയ ഇവരുടെ മുമ്പിലേക്ക് ഇവർക്ക് കൊടുത്തത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം അശ്വതി രാഘവനാണ്. അവരുടെ തലയിൽ നിന്നും ഉദിച്ച ഒരു ആശയമായിരുന്നു
നമ്മുടെ ഇപ്പൊ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ചിന്തിച്ച് ഒന്ന് പോയി നോക്കുവാണെങ്കിൽ കാണാം, വാർഡ്രോബിൽ ചുമ്മാ ഇരിക്കുന്ന കുറെ ലുങ്കികളും കുറെ സോക്സുകളും സംഗതികളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു കാലഘട്ടത്തിൽ വേണമെങ്കിൽ നാളെ ഇനി അത് പുനരുപയോഗിച്ചുകൊണ്ട് ഈ ലോകത്തിന്റെ മുമ്പിലേക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട് എന്നാണ് ഇവർ നമ്മളെ തെളിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഐഡിയയുമായിട്ട് വന്നിട്ടുള്ള നമ്മുടെ അശ്വതി രാഘവനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഇവർക്ക് ഒരു സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അശ്വതിയെ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുക. നല്ലൊരു കൈ കൊടുത്തേ. ഇതുപോലെയുള്ള പുതിയ ആശയങ്ങളാണ് നമുക്ക് വേണ്ടത്. പുതുതലമുറയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇന്ന് കണ്ടതിനേക്കാൾ ഭിന്നമായിട്ടുള്ള നല്ലതായിട്ടുള്ള ആശയങ്ങളും ആവിഷ്കാരങ്ങളുമായിട്ട് നമ്മുടെ പുതുതലമുറ കടന്നു വരട്ടെ. അങ്ങനെ നമ്മുടെ വീടുകളിലുള്ള വേണ്ടാത്ത വസ്തുക്കൾ, നമ്മുടെ വാർഡ്രോബിലുള്ള അല്ലെങ്കിൽ മറ്റ് പല സ്ഥലങ്ങളിലുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ലോകത്തിനെ എന്റർടൈൻ ചെയ്യാൻ നമുക്ക് വീണ്ടും സാധിക്കട്ടെ. താങ്ക് യു അശ്വതി രാഘവൻ ആൻഡ് രാജി അനീഷ് ആൻഡ് ടീം. താങ്ക് യു.